നിങ്ങളൊരു സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? അതോ സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? അതോ സിനിമ നടനാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? ജീവിതത്തിൻ്റെ തിരക്കിലും ജോലി ഭാരത്തിലും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇനി അതിന് സമയമില്ല, അതിന് പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ 40ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇപ്പോൾ സിനിമ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ മനോരമ മാക്സിൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിങ്ങിലാണ്. ആഹ്ലാദം. ഈ സമയത്ത് ഞങ്ങളും എന്താ പറയുക, സിനിമ ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ ആഗ്രഹമുള്ള ആളുകളാണ്. സിനിമ മോഹവുമായിട്ട് കുറേ വർഷങ്ങൾ നടന്നവരാണ്. ജീവിതഭാരവും ജോലി തിരക്കും എല്ലാം ഉണ്ട്. ഞങ്ങളെ കൊണ്ട് സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഈ സിനിമയിലേക്ക് വന്ന സിനിമ ഇതുവരെ ഇങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ സിനിമ എത്തിക്കുക, സിനിമ എടുത്തതിന് ശേഷം സിനിമ ഇങ്ങനെയുള്ള ഒരു മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്ന ഒരു കാര്യം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഞങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തായാലും സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഇതുവരെ എന്ന് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ വേദി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത്, എങ്ങനെ ഒരു സിനിമ ഈ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ എന്ന ഒരു ഫ്രെയിം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമുക്കൊന്ന് ചെറിയൊരു ഇൻട്രാക്ഷൻ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം സിനിമയുടെ ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ സിനിമയുടെ കാസ്റ്റിംഗ് എങ്ങനെ ചെയ്തു, അതിൻ്റെ ഷൂട്ട് എങ്ങനെ പ്ലാൻ ചെയ്തു, എങ്ങനെ അതിനെ ഒരു സിനിമയാക്കി മാറ്റി, എങ്ങനെ നിങ്ങളുടെ സമയത്തിനെ അലോക്കേറ്റ് ചെയ്തു എന്നാണ് ഞങ്ങളൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആഹ്ലാദം എന്ന സിനിമ ഞങ്ങൾ വളരെ പ്രൗഡായിട്ട് പറയുകയാണെങ്കിൽ യു എയിലുള്ള പ്രവാസി മലയാളികൾ മാത്രം ചെയ്ത ഇതേപോലെയുള്ള ഒരു മലയാളത്തിൻ്റെ മെയിൻ സ്ട്രീം OTT പ്ലാറ്റ്ഫോമിൽ എത്തിച്ച ആദ്യത്തെ സിനിമ ഞങ്ങളുടെ ആഹ്ലാദമാണ് എന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഓഫ് കോഴ്സ് എൻ്റെ ഈ സിനിമയുടെ ആദ്യത്തെ തോട്ട് പ്രോസസ്സ് തൊട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് കലേഷ് കരുണാകരൻ. വൈബ് ക്രിയേഷൻസ് മീഡിയ എന്ന ഒരു മീഡിയ കമ്പനി സ്വന്തമായിട്ടുള്ള കലേഷ് കരുണാകരൻ. ഞങ്ങൾ രണ്ടുമാണ് ആദ്യം ഈ സിനിമയുടെ ചർച്ചയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് തൊട്ട് തുടങ്ങിയത്. കലേഷും എൻ്റെ കൂടെ ചേരുന്നുണ്ട്. കലേഷ് നമസ്കാരം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ ജേണിയെക്കുറിച്ച് ആളുകളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എങ്ങനെ എടുത്ത് നിങ്ങൾ സാധാരണ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഫുള്ള് ഒരു മാസത്തേക്ക് ചാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയൊരു നീണ്ട ഭയങ്കര ടെക്നിക്കൽ ടീമിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകും, വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും, വലിയ ക്രൂ ഒരുപാടുണ്ടാവും. നമ്മുടെ ക്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ നീ മാത്രമേ മിക്കവാറും ക്യാമറയുടെ പുറകിൽ നമ്മൾ രണ്ടും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയ സാഹചര്യങ്ങളുണ്ട്. അതും ക്യാമറയുടെ പുറകിൽ നീ മാത്രമായ സാഹചര്യമുണ്ട്. നീ അഭിനയിക്കാൻ പോയ സമയത്ത് ക്യാമറയുടെ പുറകിൽ ഞാൻ മാത്രമായ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെയൊക്കെ ചില പോരായ്മകളും നമ്മുടെ പടത്തിലുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ബാഹുബലി എടുത്താൽ പോലും അതിൻ്റെ 100,000 മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമല്ല, പക്ഷേ എന്നാൽ പോലും നമ്മുടെ ആദ്യം 100% പെർഫെക്ഷൻ വിചാരിച്ച് ഒരു പടം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതെ, ഞാൻ ആക്ച്വലി ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർത്തത്, ഞാൻ ഈ OTT പ്ലാറ്റ്ഫോമിൽ അത് മനോരമ മാക്സിൽ സബ്മിറ്റ് ചെയ്ത സമയത്ത് അവരതിൻ്റെ സ്ക്രീൻ ചെയ്യും, മൾട്ടിപ്പിൾ സ്ക്രീനിങ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ അവരുടെ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ഓക്കെ ആണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ പലരും പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചത് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്തൊരു സിനിമയുടെ പേര് പറയാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ ഇന്ന് ആലോചിക്കുന്നു, സത്യമാണ് പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 100% അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട്. കാരണം ക്രൂ തന്നെ വളരെ ക്യാമറയുടെ പുറകിൽ എന്ന് വെച്ചാൽ വളരെ പരിമിതമായ സാധനങ്ങളും വളരെ പരിമിതമായ എക്യുപ്മെന്റ്സുകളും ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് തന്നെ വൺ ഓഫ് ദ റീസൺ. ഓക്കെ, നമ്മൾ ചെറിയ ബഡ്ജറ്റാണ്. കാരണം മാസശമ്പളത്തിൽ നിന്ന് സിനിമ എടുത്ത് ചെയ്ത ഒരാളാണ്. ഡയറക്ടർ കൂടെ ആണ് പ്രൊഡ്യൂസർ കൂടെ ആണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ അവനിങ്ങനെ ഒരു തോട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ മാക്സിമം എങ്ങനെ ആദ്യം ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു നമുക്ക്, പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു, നമുക്ക് തന്നെ ഒഴിവാക്കേണ്ടി വന്നു. അതാണ് സത്യം. പിന്നെ അവന്റെ സാലറിയിൽ നിന്ന് എടുത്തുകൊണ്ട് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സിനിമ ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസുകളും എല്ലാം ആലോചിച്ച് പ്രീ പ്ലാനഡ് ആയിട്ട് നമ്മളത് വളരെ എന്താ പറയുന്നത് ഒരുപാട്, പക്ഷെ നമ്മളത് അങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഒരുപാട് രാത്രികളില്ല, നമ്മൾ പല ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഞങ്ങൾ ഇതിനു വേണ്ടി എനിക്കും അവനും സമയം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ സ്ക്രിപ്റ്റുമായിട്ട് ഇരിക്കുമായിരുന്നു, ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നും എങ്ങനെ അവരെ എത്തിക്കണമെന്ന് ഞങ്ങളൊരു
കറക്റ്റായിട്ടൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. അതെ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു 1-2 വീക്കെൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 15 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ് ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. യുഎയിലേക്ക് ഒന്നും നാടിനേക്കാളും കൂടുതലുണ്ടോ എനിക്ക് ഇഷ്ടം സംശയം. പോലെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഈ 15 മിനിറ്റിന് വേണ്ടിയിട്ട് ഒരു ചിലപ്പോൾ 1-2 വീക്കെൻഡുകൾ അല്ലെങ്കിൽ ശനി ഞായർ അങ്ങനെ വെച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ 15 മിനിറ്റിനെ തന്നെ ഒരു 5 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ അതൊരു സിനിമയുടെ അന്നേരം നമ്മൾ ആ ചിന്തിച്ച സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ അതിനുവേണ്ടി ഒരു സിനാരിയോ തന്നെ ഉണ്ടാക്കിയെടുത്തു. നമ്മളൊരു ഒരു നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു എന്താ പറയുന്നത്, നമ്മുടേതായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കി ഇട്ടാണ് നമ്മൾ ഈ പരിപാടി കൂടെ ചെയ്തത്. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ലീവ് എടുത്തിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാവർക്കും ജോലിയാണല്ലോ മെയിൻ. ഇവിടെ വന്നേ അതാണല്ലോ പ്രവാസം, ഇതാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് ആക്ച്വലി, ലീവ് എടുത്തിട്ട് ഇപ്പം നാട്ടിൽ പോകുന്നവർ ഇപ്പൊ എന്താ പറയുക, ലീവ് എടുത്തിട്ട് സിനിമയുടെ പുറകെ അടക്കാന്ന് അങ്ങനെ പോകുകയാണെങ്കിൽ അതോടുകൂടി തീർന്നു. അതെ അതെ, ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഈ നമ്മള് സിനിമാകാരൊക്കെ പറയുമ്പോഴേ ഈ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ജോർജ് ഈ മറ്റേ അങ്ങനെ പല ആൾക്കാരെയും പറയുമ്പോഴും ഇവർ ഇതിന്റെ പുറകെ നടന്ന ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഒക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് പറ്റത്തില്ല. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുഎയിൽ അല്ലെങ്കിൽ നിൽക്കുന്ന പ്രവാസികൾക്ക് നമുക്ക് നമ്മളുടേതായ കുറേ ലയബിലിറ്റികൾ ഓൾറെഡി ഉണ്ട്. തീർച്ചയായും. നമ്മൾ ആക്ച്വലി അതിൽ നിന്ന് നമുക്കിനി മാറാൻ പറ്റത്തില്ല. നമ്മുടെ സ്ട്രിങ്സ് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ ചെയ്യുക എന്നൊരു മോഹം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ വീട്ടുകാരുടെ ഇന്ന് നല്ല ചീത്ത കേൾക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ ഇടി മേടിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പൈസ ഉണ്ടെന്ന് തന്നെ ചോദിച്ചു. ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പറയുന്നത് ഏറ്റവും വലിയ ചലഞ്ച്. കാരണം നമ്മൾ ഒരു ദിവസം ആയിരിക്കും അവധി കിട്ടുന്നത്, 2 ദിവസം ആയിരിക്കും അവധി കിട്ടുന്നത്. ഈ അവധി ദിവസം ഫാമിലി ഉള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത്. അപ്പം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഇതിന്റെ പുറകെ തിരിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾക്കാണെങ്കിലും വൈഫിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. പക്ഷെ അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങും അതൊക്കെ ഒരു പരുവത്തി മാനേജ് ചെയ്തിട്ട് പോകാതുള്ളതാണ് നമ്മുടെ വിജയം. നമ്മൾ ആക്ച്വലി അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഒരേ ഒരു സാധനമാണ് സിനിമയോടുള്ള നമ്മുടെ അത്രയും വലിയ പാഷൻ. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ സിനിമയിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് നമുക്ക് വഴിതിരിക്കാൻ വേണ്ടി 100 പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രവാസികളും ഇപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന, സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇതേപോലെ ഫുൾ ടൈം ജോലിയുള്ള എല്ലാ ആളുകൾക്കും അവർക്ക് സിനിമയിൽ ചെയ്യാതിരിക്കാനുള്ള 100 കാരണങ്ങൾ നേരത്തെ ഉണ്ടാവും. പക്ഷെ ചെയ്യാൻ വേണ്ടി ഒറ്റ കാരണമേ ഉള്ളൂ, അത് സിനിമയുള്ള പാഷൻ. അപ്പം നമ്മൾ ആക്ച്വലി ആ പാഷൻ എന്ന സാധനം ട്രൂത്ത് ആണ് എങ്കിൽ, ആ പാഷൻ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നതാണ് എങ്കിൽ അതിന് വേണ്ടി അലോക്കേഷൻ പറ്റും. സക്സസ് ആവുന്നുള്ള ഒരു ഉദാഹരണം നമ്മള്. കാരണം വെച്ചാൽ നമ്മള് ഇപ്പം നിന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു, നിന്റെ ചില ഏരിയകൾ വേണമായിരുന്നു, അതിനെ എന്നെ കൂട്ടുപിടി. ഇപ്പൊ നമ്മള് ഒരേപോലുള്ള ചിന്തിക്കുന്ന ആൾക്കാരെ അങ്ങനെയുള്ളവരൊരു കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് സക്സസ് ആവത്തുള്ളൂ. ഇപ്പം നീ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരാളാണ് നീ എങ്കിൽ നീ കൊണ്ടിരുന്ന ഐഡിയകളോ കാര്യങ്ങളോ എനിക്ക് മനസ്സിലാവത്തില്ല, എനിക്ക് ദഹിക്കത്തില്ല. ചിലപ്പോൾ ഞാനത് വേറെ രീതിയിൽ പറയും, നിനക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് പോകത്തില്ല. അപ്പം ഇവിടെയൊക്കെ സംഭവം എനിക്ക് തോന്നുന്നു, നാട്ടിലാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തോ ഇതൊക്കെ ചേർത്ത് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെ കൊടുത്താൽ പോലും ടെക്നീഷ്യന്മാരെ കിട്ടാത്ത ഒരു ഇതുണ്ട്. നീ പറഞ്ഞ ഒരു വലിയൊരു ക്രിട്ടിക്കൽ പോയിന്റാണ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വലിയൊരു കാര്യം ഓർമ്മ വന്നു. എന്നാൽ ഇപ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ ചിന്തിച്ചെടുത്ത് ഒരേപോലെ നമ്മൾ പ്ലാൻ ചെയ്ത്, ഇപ്പം എൻ്റെ ഒരു ഐഡിയ ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ നീ നോക്കി ആക്സെപ്റ്റ് ചെയ്തൊക്കെ അതിനെ എങ്ങനെ എടുക്കാം എന്ന് ഇമ്പ്രൂവ് ആക്കാം എന്നാണ് നീ പറയണം. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ എനിക്കാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഇത് തുടങ്ങിയ സമയത്താണെങ്കിലും ഇതിൻ്റെ ഐഡിയ ഞാൻ മുന്നോട്ട് എടുത്ത് വെച്ച് സംസാരിച്ച സമയത്ത് എല്ലാവരും ഓപ്പോസിറ്റ് ചെയ്തവരാണ്. മുന്നോട്ടെടുത്തിട്ട് എല്ലാവരും ഓപ്പോസിറ്റ് ചെയ്തു തന്നെ ആക്ച്വലി. അങ്ങനെ ഒപ്പോസ് ചെയ്ത് ഞാൻ ആക്ച്വലി ഈ സിനിമയുടെ പ്ലാൻ തുടങ്ങി പറഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 1.5-2 മാസത്തോളം നമുക്ക് ആ സമയത്ത് നമുക്കുള്ള കണക്ഷൻസുകൾ വളരെ കുറവായിരുന്നല്ലോ. അപ്പോൾ അവരോട് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് പറയണത് എനിക്കിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എനിക്കിങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒറ്റയടിക്ക് പറയും. ഈ ആളുകൾ നമ്മൾ സിനിമ എടുത്ത് നമ്മൾ ഓക്കെ സ്ക്രീനിൽ കാണിച്ച് കഴിഞ്ഞ് ഓക്കെ OTT പ്ലാറ്റ്ഫോമിൽ എത്തി, ആക്ച്വലി നീ കാണണം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നെ മീറ്റ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത്, എടാ ഞാൻ ആക്ച്വലി ഒന്ന് പറഞ്ഞത് സത്യം പറയുകയാണെങ്കിൽ ചെറിയൊരു അസൂയ. അല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പെർഫെക്ഷൻ വിചാരിച്ചിരുന്ന ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീ എൻ്റെ അടുത്ത് ഒന്ന് പറയുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ എക്സാമ്പിൾ ആ കണ്ണിന്റെ അകത്തിലെ വള ഇറങ്ങുന്ന സീൻ, ആടുജീവിതത്തിലെ കണ്ണിലെ പൃഥ്വിരാജിന്റെ ഷോട്ട് കണ്ടപ്പോൾ നീ എൻ്റെ അടുത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ വന്നിട്ട് പറഞ്ഞു, കലേഷേടാ നമുക്ക് ഇങ്ങനെ ഒരു ഷോട്ട് വേണം. പക്ഷെ അതൊക്കെ മാക്രോ ലെൻസ് ഒക്കെ വെച്ചിട്ട് എടുക്കുന്ന സാധനങ്ങളാണ്, റെന്റ് ഔട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ആ ഷൂട്ടിൽ നമ്മുടെ സിനിമയ്ക്കകത്ത് ആ സീനുണ്ട്, കണ്ണിന്റെ അതി വള ഇറങ്ങുന്ന സീൻ. നമ്മളിലുള്ള എക്യുപ്മെന്റ്സും ഒന്നും റെന്റിന് എടുക്കാതെയും ഉള്ള എക്യുപ്മെന്റ്സും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നീ ഒന്ന് പറയുന്ന വെള്ളത്തിനടിയിലെ കണ്ണ് തുറക്കുന്ന ഒരു സീൻ,
അതെ, അത് നമ്മൾ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സീനുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മളിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഞാൻ റെന്റ് ഔട്ട് ചെയ്യണം, അല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ ഈ സാധനമില്ല, അല്ലെങ്കിൽ 500 രൂപ കൊടുത്ത് റെന്റ് ഔട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാനപ്പോൾ ചിന്തിക്കുന്നത് അറിയാം, ഓക്കെ എനിക്ക് ചലഞ്ചിങ് ആണത്, പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ ചെയ്തെടുത്തതിന് വൺ ഓഫ് ദി റീസൺ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും. നിനക്ക് എത്രയോ നോളജ് ഉണ്ടോ അത്രയും നിനക്ക് പൈസ ലാഭിക്കാം എന്ന്. കാരണം എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഒക്കെ ഈ മിന്നൽ മുല്ല സിനിമയ്ക്കകത്ത് നമ്മുടെ ബേസിക് ജോസഫ് അത് ഒരുപാട് ഈ വിറയ്ക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ അനിമേഷൻ അല്ല അതല്ല, മറ്റേ അതിന് കൊണ്ട് ഒരു പേപ്പർ വെച്ച് അതിനൊരു ഇരുമ്പ് തകട് വെച്ച് കാന്തൊക്കെ വെച്ചിട്ട് വിറപ്പിക്കുകയോ ചെയ്തേക്കുന്നത്, മാഗ്നറ്റിക് ഇത് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പൈസ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഇപ്പം ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയായിരിക്കും, നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നല്ല എമൗണ്ട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ബഡ്ജറ്റ് കുറയുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി. ബഡ്ജറ്റ് കുറയുന്നത് ഞങ്ങളുടെ ഇപ്പം ഞാൻ എഡിറ്ററും കൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയും പറയാറുണ്ട്. എങ്ങനെ അറിയാം, വേറെ കണ്ടിന്യൂറ്റിവിറ്റി വിൽ ലൂസ് ദർ ക്രിയേറ്റിവിറ്റി വിൽ സ്റ്റാർട്ട് എന്ന്. പക്ഷെ കണ്ടിന്യൂറ്റി എവിടെയെങ്കിലും നമ്മുടെ മിസ്സായെന്ന് വെച്ചു, അപ്പം നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ അകത്ത് ഇത് ജോയിൻ ചെയ്യണമല്ലോ, എങ്ങനെങ്കിലും എടുത്തു പോയില്ലേ. അപ്പം നമ്മളിത് എങ്ങനെയും ചിന്തിക്കും, ഇത് എങ്ങനെയെങ്കിലും വേറെ ഷോട്ട് ഇടയിൽ കൂടെ കയറ്റി ഇത് കാറ്റിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വൃത്തിയായിട്ടുള്ള ഷോട്ട് അവിടെ വരും. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ വരും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്നോട് പലരും പറഞ്ഞാ, നീ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ പെർഫെക്ഷൻ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതെല്ലാം വരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പെർഫെക്ഷൻ നമ്മളായിരിക്കും ചിന്തിക്കുന്നത്. ആക്ച്വലി ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അതിൽക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് ഒരു പ്രോഡക്റ്റാണ്. ആളുകൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന, ആളുകളെ ഹുക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വേണ്ടത്. അതൊരു പക്ഷേ പണ്ട് എന്താ പറയുക ചെറിയ ഇങ്ങനെ ക്യാമിൽ വെച്ചെടുത്ത വീഡിയോസ് വരെ ആളുകൾക്ക് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കി. കണ്ടന്റ് ആണ് കാര്യം. അപ്പൊ നമ്മൾ ടെക്നിക്കൽ സൈഡിലൊക്കെ പരാജയം പെട്ട പല സിനിമകളും കണ്ടന്റ് കൊണ്ട് വിജയിച്ചിട്ടുണ്ട്. പലരും ഇഷ്ടം പോലെ ഉണ്ട് ആക്ച്വലി. അപ്പൊ ഇതൊരു ഈ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് ആ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം, ആൾക്കാർക്ക് കൺവിൻസ് ആവണം, കണ്ടന്റും ആക്ടിങ്ങും പെർഫോം ചെയ്യുന്ന ആൾക്കാരും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇതാവണം. പിന്നെ ഇതിനകത്ത് നമ്മുടെ അതിനകത്ത് ബഡ്ജറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ ഇച്ചിരി ലൈറ്റിന്റെ പ്രശ്നങ്ങൾ ചെറിയ അങ്ങനെയുള്ള ചെറിയ നമുക്ക് തന്നെ നമുക്കറിയാം നമ്മുടെ ആൾക്കാർ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നമ്മളെ ബാക്കിൽ എന്താ നടന്നതെന്ന് ആർക്കും അറിയത്തില്ല, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അത് നമ്മളെ ചെയ്യാതിരുന്നല്ല, ഞങ്ങളുടെ ഇല്ലാതിരുന്ന അറിയാഞ്ഞിട്ട് നമ്മൾ, കാരണം ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളും പല ആളുടെ പ്രശ്നങ്ങളും കൊണ്ട് ചെറിയൊരു, പിന്നെ നമ്മൾ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. മീൻസ് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ആരുടെയെങ്കിലും നമ്മൾ റെഫറൻസ് എടുത്തിട്ടില്ല. നമ്മൾ ആക്ച്വലി നമ്മുടേതായ ഉള്ളിൽ നിന്ന് വന്ന എന്റെ സിമിലാരിറ്റി ഉണ്ട്. കാരണം ഞാൻ ഇന്നുവരെ ഒരു വീഡിയോഗ്രാഫറുടെ, ഒരു സിനിമാറ്റോഗ്രാഫറുടെ ആയിട്ട് പോയിട്ട് അസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. നീ ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല എങ്ങും ആരും ഒരു ഡയറക്ടറോ ഇതിന് പോയിട്ട് അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ തോട്ടുകളും വൈബുകളും ഒന്നായതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഇന്റർവ്യൂ കാണും, ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന നോളജും പിന്നെ നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിൽ ആലോചിച്ച സാധനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ടേബിളിൽ ഇരുന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഡിസ്കഷനിലും ചിന്തിച്ചെടുത്താണ് നമ്മൾ അത്രയെങ്കിലും ആക്കിയെടുത്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ ദിവസമായിട്ട് രണ്ടാമത്തെ ഒരു OTT കടന്നിരിക്കുകയാണ്. 80% അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്തിലെ കുറവുകളെല്ലാം ഇതിന്റെ അകത്ത് നികത്തിയിട്ടുണ്ട്. വലുതായി ടെക്നിക്കലി നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ കൂടി, ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കൂടുതലായി. അത് കണ്ടിട്ട് ആൾക്കാർ തീരുമാനിക്കും. അൾട്ടിമേറ്റ്ലി അതാണ് സംഭവം. അതായത് നമ്മളിപ്പോ ടെക്നിക്കൽ സൈഡിൽ മിസ്റ്റേക്കുകൾ ചിലർ പറയും അഭിനയത്തിന്റെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ചിലർ പറയും നിങ്ങളുടെ സ്ക്രിപ്റ്റിന് മിസ്റ്റേക്ക്. ഇതൊന്നും അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പ്രേക്ഷകരാണ്. അല്ലല്ല, ഞാൻ ചോദിച്ചില്ല, ഇപ്പൊ നീ പറഞ്ഞ അഭിനയം പ്രശ്നം ടെക്നിക്കൽ സൈഡ്, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ എത്രയോ പടങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് ടെക്നിക്കലി മോശമായിട്ടാ അഭിനയിക്കാൻ മോഹൻലാൽ മമ്മൂട്ടി അറിയാനിട്ടാ? അല്ല, അതിലൊന്നുമല്ല കാര്യം. അതെ, അപ്പൊ കണ്ടന്റ് ഈസ് കിങ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കണ്ടന്റ് ബാക്കിയെല്ലാം അതിന്റെ സപ്പോർട്ടിങ് ആണ്. മനസ്സിലായോ? അതെ, നമ്മൾ ആളുകളെ അത്രയും നേരം സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ഇരുത്തുക, അതിൽ വേണ്ട കാര്യം എന്താണ്? അതാണ് ഇപ്പൊ ആളുകൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റുമായിട്ട് അവരെ റിലേറ്റ് ചെയ്ത് അവരങ്ങനെ ഹുക്ക് ആവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിപ്പോ എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീമിയർ ഷോ കല്ലേറിയ അവിടെ വെച്ച് നടന്നായിരുന്നു.
നടന്നിട്ട് നമ്മളൊരു ഒരു ടീമിനെ അറേഞ്ച് ചെയ്തിട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് അപ്പൊ ഇതിനകത്ത് പലരും ആക്ടറിന്റെ പേരുകൾ പറയുന്നുണ്ട്. സാമി ക്യാരക്ടറിന്റെ പേര് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത്. കാരണം ആൾക്കാരുടെ പേര്, ക്യാരക്ടറിന്റെ പേര് പ്രേക്ഷകർ പറയണമെന്നുണ്ടെങ്കിൽ സംവേർ എൽസ് അത് അവരെവിടെ കൊണ്ടിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പിന്നെ അന്ന് ഇവർ കണ്ടവരെല്ലാം ഫുള്ള് കാണുന്നുണ്ട്. ആരും സ്കിപ്പ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് പോലും ഞാൻ ഇത് അയച്ചു കൊടുത്തു. ഇപ്പൊ നമുക്ക് പറയാൻ പാടില്ല, എന്നാൽ പോലും മനോരമ മാക്സി വന്നിട്ട് വൈറേറ്റഡ് ആയിട്ടുള്ള പല ഇത് ഇപ്പോൾ ലീക്കായി. എല്ലാ എണ്ണോ ഇപ്പൊ ഗൾഫിൽ സംബന്ധിച്ചിടത്തോളം മനോരമ മാക്സി സബ്സ്ക്രിപ്ഷൻ ഉള്ള വളരെ ചുരുക്കം ആൾക്കാരാണ്. അപ്പോൾ പലരും അത് കണ്ടിട്ട് പറഞ്ഞ് എടാ ബോറില്ല, ഇരുത്തും നമ്മളവിടെ. കാരണം ഞങ്ങളെല്ലാം ലാസ്റ്റ് വരെ പോകുന്നുണ്ട് സംഭവം. കാരണം വൺസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടി അതിന്റെ മെയിൻ ഹുക്കിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് കഥയിലോട്ട് കടങ്ങി കഴിഞ്ഞാൽ അവിടം വരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇരിക്കും, പിന്നെ സ്കിപ്പ് ആകത്തില്ല. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം വ്യൂസ് മനോരമ മാക്സി കയറിയിട്ടുണ്ടല്ലോ. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂസും കയറിയിട്ടുണ്ട്. 10K ഒരാഴ്ച കൊണ്ട് നമുക്ക് 10K കിട്ടി. അപ്പൊ നമുക്ക് അതും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര ആൾക്കാർ അത് കാണുക എന്നുള്ളത് നമ്മളൊരു എന്താ പറയുക, എന്ത് കിട്ടിയാൽ നമുക്ക് ബോണസ് ആണ്. കാരണം നമ്മളൊരു OTT എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് നമ്മള് ഈ സിനിമ എടുത്തതിനേക്കാളും ബുദ്ധിമുട്ടി നമ്മൾ ഇതൊരു OTT പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക. അത് ഒരുപാട് സമയം എടുത്ത കാര്യം. കാരണം ഈ നീ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ കരുതി വെക്കുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എയിം, അതാണ് മനസ്സിലുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ UAE തന്നെയാണെങ്കിലും പ്രവാസി മലയാളികൾ ഒരുപാട് പേരെടുക്കുന്ന ഷോർട്ട് ഫിലിമുകൾ നമ്മൾ കാണാറുള്ളതാണ്. അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എത്രയാണെന്ന് അറിയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബിയോണ്ട് പോവുക എന്നൊരു ആഗ്രഹമാണ് ആദ്യം തുടങ്ങിയത് പറഞ്ഞത്. അതിന്റെ ബിയോണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ആ ഒരു ലോകത്തിലേക്ക് ഒന്ന് ചൂട് വെക്കുക. തീർച്ചയായിട്ടും അത് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, പിന്നെ പോക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാത്ത നമ്മളെ പോലുള്ള വെറും സാധാരണക്കാര്, ഇപ്പൊ എന്റെ ഫാമിലി പറയുന്ന പോലെ അങ്ങനെ ആ ഒരു സിനിമ ഫീൽഡിൽ എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ അങ്ങനെ സിനിമ ഫീൽഡൊന്നും ഇല്ല. അപ്പം നമ്മള് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് അറ്റ്ലീസ്റ്റ്. അല്ല, സഹായിക്കാരെങ്കിലും പുറത്ത് കുത്താൻ ഒരുപാട് വലിക്കാൻ. എന്നെ സംബന്ധിച്ചോളം ഉണ്ടല്ലോ, നമ്മളിപ്പോ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം 24 നമ്മൾ ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. 26 നമ്മളിതൊരു മെയിൻ സ്ട്രീമിൽ എത്തിക്കുന്നത്. ഈ 2 വർഷം നമ്മളിതിന്റെ പുറയിലായിരുന്നു. അപ്പം പലരും ചിന്തിച്ച് അത് പോയി. നമ്മള് സിനിമയുടെ അപ്ഡേറ്റ്സിനൊക്കെ ഇടയ്ക്ക് കൊടുത്തായിരുന്നു. എനിക്കൊന്ന് നമ്മള് പിന്നെ നമ്മുടെ പോസ്റ്ററും ഇതൊക്കെ റിലീസ് ചെയ്ത് സുരാജ് വെഞ്ഞാറമൂടാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. പോസ്റ്റർ നോബിയും അസീസിന്റെ കൂടെ ചേർന്നിട്ട് ഷാർജ എക്സ്പോ സെന്ററിലെ വലിയൊരു വേദിയിലാണ് നമുക്കതൊരു ഭാഗ്യമായിട്ട് കിട്ടി. വലിയൊരു വേദിയിൽ നമുക്കത് ഇത് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ആൾക്കാർ നമ്മളുടെ ഒരു കോൺഫിഡൻസ് പോയി കഴിഞ്ഞു. പലരും പ്രതീക്ഷിച്ചു ഇത് പോയി അവന്മാർ ഇത് എവിടെയെങ്കിലും, പലരും പറഞ്ഞു യൂട്യൂബിൽ ഇട്ടുകൂടെയെന്ന്. പലരും പറഞ്ഞു ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. ആക്ച്വലി അതായത് ഭയങ്കരമായ സങ്കടകരമായ സംഭവങ്ങളുണ്ടായി. അതായത് കൂടെ നിന്ന ഒരുപാട് പേര് പെട്ടെന്ന് എന്താ പറയുക, നമ്മളെ കൈവിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവനെ കൊണ്ടതിന് കാര്യം, ഇവനൊക്കെ നടക്കൂല എന്ന് പറഞ്ഞ രീതിയിൽ ഇട്ടിട്ട് പോയത് ഭയങ്കരമായ വിഷമമുണ്ടാക്കി. പക്ഷേ പിന്നെ ഇപ്പം അതിനൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇപ്പൊ തിരിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, അന്ന് നമ്മൾ പറയുമായിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ പേരറിയാത്ത ഒരു OTT ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് നമ്മൾ അത്രയും മെനക്കെട്ടതിന്റെ നമ്മളെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകിച്ച് എൻ്റെ നിന്റെയും രണ്ടുപേരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് അത്. നമ്മളെ സംബന്ധിച്ചുള്ള ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞിതാണ്, മനസ്സിലായി. അപ്പം നമ്മൾ അത്രയും എന്താ പറയുക ഇമോഷണലും അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടി. ഓക്കെ, കാണുന്നവർക്ക് അതിൻ്റെ അറിയേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചോളം അത് നല്ലതായി കിട്ടുക എന്നുള്ളതാണ്. അവർ സമയം സ്പെൻഡ് ചെയ്യുന്നു, അവർക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ള കാര്യമാണ് അവരുടെ പോണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള അതല്ല. നമ്മുടെ ഒരു ഫസ്റ്റ് ഇതാണ്. നമ്മൾ അത്രയും എഫർട്ട് അതിന്റെ ബാക്കിൽ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ഒരു വലിയ പടം പടത്തിന് വരുവാണെങ്കിൽ നമ്മൾ ഇത്ര എഫർട്ട് എടുക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ അതിന് ക്രൂ കാണും, അസിസ്റ്റന്റ് ഡയറക്ടർ കാണും, അസിസ്റ്റന്റ് ക്യാമറമാൻ കാണും, ലൈറ്റ്സ് ബോയ് കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിനക്ക് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നീ ഞാനുമാണ് ക്യാമറ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിനിമയുടെ പേര് പറയുന്നില്ല, ഞാൻ നമ്മുടെ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു നടനാണ്. ഓക്കെ, പുള്ളിക്കാരോട് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സിനിമ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു പുതിയ മെത്തേഡാണല്ലോ എന്നുള്ള പുള്ളിക്കാരൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്. സാധാരണ സിനിമ ചാർട്ട് ചെയ്ത് അല്ലെങ്കിൽ സിനിമ ഷെഡ്യൂൾ ചെയ്ത് പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിലല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ ഭയങ്കര എന്നോട് കുറേ നേരം സംസാരിച്ചു. ആക്ച്വലി എന്നെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം നമ്മുടെ ഇതിൻ്റെ സിനിമയുടെ കാര്യം പറയാനും പുള്ളിയുടെ എന്താ പറയുക ഷെഡ്യൂൾ അറിയാനും വേണ്ടി വിളിച്ചായിരുന്നു. കഥ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ ചോദിച്ചു നിങ്ങൾ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു
ഇതിങ്ങനെ ആരും എടുക്കുന്നില്ല സിനിമ. ആക്ച്വലി നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു മാസമോ ചിലപ്പോൾ ഒരു 10-20 ദിവസം 15 ദിവസം. അതിന് റീസൺ ഉണ്ട് ചേച്ചി. അതെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഡേറ്റിന്റെ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങനെ മെയിൻ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ ആൾക്കാരെ തന്നെ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഇവരെല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ അവൈലബിലിറ്റി ഉണ്ട്. അപ്പം നേരെ മറിച്ച് ഇത് ഇന്ന ദിവസം കൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് തീർക്കണമെന്നുള്ളൊരു നമുക്കൊരു ടാർഗറ്റ് ഇല്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ ഒരാളെന്ന് പറയുവാണ് എനിക്ക് വരാൻ പറ്റത്തില്ല, ഓക്കേടാ നോ പ്രോബ്ലം, നീ ലീവ് എടുത്തു, ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം നമ്മൾ പോലും 2 മാസം കൊണ്ട് തീർക്കണം, ശനി ഞായറും വെച്ചിട്ട് 2 മാസങ്ങളോളം നമ്മൾ തീർക്കണം, റംസാൻ്റെ അവധി അതൊക്കെ ഉണ്ടായി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് പോലും നമ്മുടെ നീണ്ടുപോയി. അല്ലെങ്കിൽ ഒരാളെ കൊച്ചിന് വയ്യാതെ വന്നവൻ ഇടയ്ക്ക് നാട്ടിൽ പോയി. നമ്മളിതെല്ലാം നമുക്കൊന്നും ആരും നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ്. ഫസ്റ്റ് ഓൾ പെയ്ഡ് ആർട്ടിസ്റ്റ് അല്ല. അപ്പം നമ്മൾക്ക് അവർ ടൈം തരുന്നു. ആ ടൈമിൽ നമ്മൾ അവരെ മാക്സിമം നമ്മൾ റിഹേഴ്സൽ കൊടുത്തു, വർക്ക്ഷോപ്പ് കൊടുത്തു, നമ്മുടെ ക്യാരക്ടറാക്കി മാറ്റി. അപ്പം അവരുടെ സിനാരിയോ നമ്മുടെ സിനാരിയോ തമ്മിൽ എൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. നമ്മുടെ സിനാരിയോ നമുക്കേ അറിയത്തുള്ളൂ, അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പ്രവാസിയുടെ സിനാരിയോ മനസ്സിലാക്കാൻ പാടാം. പ്രവാസിയായിട്ടുള്ള ഒരാൾക്ക് പ്രവാസികളുടെ നമ്മുടെ ഇപ്പം ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്ത് നടക്കുന്നത് കൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ എങ്ങനെയാണ് പോകുന്നത്, ആൾക്കാരെങ്ങനെയാണ് വരുന്നത്, ആൾക്കാരെങ്ങനെ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മളതനുസരിച്ച് പ്ലാൻ ചെയ്തു. അതെ, ശരി. നമ്മളിപ്പം ഒരു സന്തോഷകരമായ കാര്യവും അഭിമാനകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. തീർച്ചയായിട്ടും ആ വഴി ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മളും സപ്പോർട്ട് ചെയ്യണം അവരെ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിനൊരു പാരലായിട്ട് പോകണം. മലയാളം ഇൻഡസ്ട്രി ഒരു ഗൾഫിൽ ഒരു പാരൽ ഇൻഡസ്ട്രി ആയിട്ട് പോയിക്കോട്ടെ. അതെ, നല്ല കാര്യം. അത് അങ്ങനെയാണ് പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്, നടക്കുന്ന കാര്യമല്ല. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ ഫേസ് ചെയ്ത പ്രശ്നം, ഈ നോൺ ഫേസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം. നമ്മൾ 2 വർഷം ഡിലേ ആവാനുള്ള മെയിൻ കാരണം നമ്മൾ നോൺ ഫേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം തന്നെ. ഈ 2 വർഷം കൊണ്ട് നമ്മുടെ കൊണ്ടാണ് അൺനോൺ ഫേസുകൾ നോൺ ഫേസ് ആവുന്ന വിചാരിച്ചിട്ടുണ്ട്. അത് വേറെ സത്യം. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു. അപ്പം അതിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അപ്പം അതൊക്കെ ഇനി കവർ ചെയ്ത് പെയ്യെ ഇവിടെയുള്ള എന്താ പറയുന്നത് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ ഉള്ള നാട്ടിലെ സിനിമയിലെ ഫേമസ് ആയിട്ടുള്ള സിനിമയിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും നോൺ ഫേസ് സിനിമകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ. കാരണം ഈ കൊമേഴ്സ്യലി നോക്കുമ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല OTT. കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ശരിയാ, ഒരു സിനിമ ഔട്ട് എടുക്കുമ്പോൾ 2 GB 10 GB താഴെ വരത്തുള്ളൂ. പക്ഷേ ഇത് അവരുടെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല ഫോർമാറ്റിൽ കൊടുക്കേണ്ടി വരും. ഇവർക്ക് 4K കൊടുക്കണം, ഫുൾ HD കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഇവരോട് കോർഡിനേറ്റ് ചെയ്തപ്പോഴാണ് ടെക്നിക്കൽ സൈഡ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് തന്നെ വരുമ്പോൾ 100-something GB വന്നത് അല്ലേ? 100-something GB. നമ്മളിപ്പോൾ ഒരു 10 GB ഉള്ള സാധനം കൺവേർട്ട് ചെയ്ത് എല്ലാം കൂടെ ഇവർ പറയുന്ന സ്റ്റാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 150-200 GB താഴെ നിൽക്കും. പ്യുവർലി ഒരു എക്സ്പെരിമെന്റലായിട്ട് നമ്മൾ ചെയ്ത കാര്യം. സത്യം, നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം നാട്ടിൽ നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു. അതുമായിട്ട് ചെന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു സെൻസർ ബോർഡിൽ പോകണമെന്ന് പറഞ്ഞു. സെൻസർ ബോർഡിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പല പ്രൊഡ്യൂസർ മെമ്പർഷിപ്പ് അക്കൗണ്ട് പലരും എല്ലാം ശരിയാക്കി തരാന്ന് കൂടെ കൂട്ടിയിട്ട് കുറച്ച് പൈസ അങ്ങനെയും പോയി. അപ്പം ഇത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇപ്പൊ നമുക്ക് റൂട്ട് ക്ലിയർ ആയി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പറയുക, ഇപ്പൊ നമ്മളെ ഒരു പ്രൊജക്ട് നമുക്ക് നേരെ ഇപ്പം എളുപ്പമായി. ഇപ്പൊ നമ്മൾ 2ാമത്തെ പടം നമ്മൾ ഫിനിഷ് ചെയ്താൽ ചിലപ്പോൾ വിത്തിൻ 1 or 2 മന്തിനുള്ളിൽ നമ്മൾ സ്ട്രീമിൽ എത്തിക്കും. നമ്മൾ അത്രയും നമുക്ക് റൂട്ട് ക്ലിയർ ആയി. മറ്റേത് വെച്ച് വഴി വെട്ടുമായിരുന്നു. ഇപ്പം വഴി വെട്ടി, വഴി കിടപ്പുണ്ട്. ഇനി നമുക്ക് ആ വഴിയിലൂടെ ഒരുപാട് പേര് ക്ഷണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, സന്തോഷം. അവർ പോട്ടെ, ആ വഴിയിലൂടെ പോകട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളൊരു വഴി കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം എന്നൊരു നമ്മൾ കാണിച്ചു കൊടുത്തു. അത് ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് എത്തിക്കട്ടെ. കാരണം ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞ എന്നാലും ഒരു കോമ്പറ്റീറ്റീവ് അല്ല, ഒരു പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു ടീം ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ പ്രവാസി മലയാളികൾക്കിടയിൽ ഒരുപാട് പേരുണ്ട്. ആക്ച്വലി അവർക്ക് ഇത്രയും ഈ സിനിമ സ്വപ്നം കാണുന്നവരും സിനിമയിൽ അഭിനയിക്കാൻ കഴിവുള്ളവരും സിനിമ സംവിധാനം ചെയ്യാൻ കഴിവുള്ളവരും ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ആക്ച്വലി അവർക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ സിനിമ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ലോണം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത്, നമ്മൾ അന്ന് ഫസ്റ്റ് ഇത് കാസ്റ്റിംഗ് കോളൊക്കെ ചെയ്ത് വിളിക്കുമ്പോഴല്ലോ നമ്മുടെ കോണ്ടാക്ട്സ് എന്ന് വെച്ചാൽ പരിമിതമായിരുന്നു. ഇവരിത് നടക്കുവോ നടക്കത്തില്ലയോ, പല ആർട്ടിസ്റ്റ് പോലും നമ്മുടെ അകത്ത് എഗ്രി പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? നിനക്ക് ഞാനും ഒക്കെ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്, മനസ്സിലായോ? കാരണം നമ്മള് കരാമയിൽ പോയിട്ടാണെങ്കിൽ മീറ്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് ഓക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വർക്ക്ഷോപ്പ് നടക്കുന്നിടത്ത് വന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി പോയ സമയങ്ങളുണ്ട്, മനസ്സിലായി? അപ്പൊ നമുക്ക് അതിൻ്റെ അതിൽ ഒരുപാട് വിഷമങ്ങൾ സിമ്പിൾ അല്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്കതൊരു പാഠമാണ്, നമുക്കൊരു ഇതാണ്. അപ്പൊ നമ്മളെ വിശ്വസിച്ച് വരാനും ആൾക്കാർ വേണം. നമ്മളിപ്പോ പുതിയൊരു ടീമാണ്. അത് ആ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത്
ഞാൻ കേട്ടൊരു കഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ എടുത്തപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക അതിനെ തിരിച്ച് നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ എടുക്കുന്നത് അറിയത്തില്ല. പ്രത്യേകിച്ച് അവരെ കുറ്റം പറയുന്നുമില്ല. ഞാനെന്നൊരു സംവിധായകൻ അവർ കണ്ടിട്ട് പോലും ഇല്ല, അറിഞ്ഞിട്ട് പോലും ഇല്ല. ആ പാടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പഴയ കുറച്ച് രണ്ട് ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഞാൻ എടുത്തത് ആക്ച്വലി. പക്ഷേ എനിക്ക് ഉള്ള ഒരേ ഒരു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റിലാകാതിരിക്കുക.